ഇന്നൊരു ഫുഡ് വ്ളോഗുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. ഈ കാണുന്ന പച്ചക്കറിയെല്ലാം എനിക്കൊന്ന് വെട്ടിക്കൂട്ടണം കേട്ടോ, സാമ്പാറിനായിട്ട്. പിന്നെ മീൻ വന്ന് ചാളയാണ് കിട്ടിയിരിക്കുന്നത്, അതൊന്ന് ഫ്രൈ ആക്കണം. ബീട്രൂട്ട് അരിയുന്നത് തോരനാക്കാനാണ്. ഓൾറെഡി ഞാൻ വെണ്ടയ്ക്ക മെഴുക്ക് ഇരട്ടിക്ക് അടുപ്പിലാക്കി. ഇനി ഈ ബീട്രൂട്ടെല്ലാം സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ കൊത്തി അരിയണമായിരുന്നു. ഇപ്പം എന്താ ഈ മിക്സി വാങ്ങിച്ചതോടെ എനിക്ക് എളുപ്പമായി. അതിലെല്ലാം കൂടെ വെട്ടിപ്പറക്കി അങ്ങ് ഇട്ട് കൊടുത്താൽ തോരനുള്ളത് ഇങ്ങ് ആക്കി തരും. ഞാൻ ചോപ്പർ വെച്ചാൽ ഈ പരിപാടികളെല്ലാം ചെയ്തുകൊണ്ട് ഇരുന്നേ. പക്ഷേ ചോപ്പർ ഇടയ്ക്ക് വെച്ച് കംപ്ലൈൻ്റ് ആയപ്പം പിന്നെ പുതിയത് വാങ്ങാൻ മെനക്കെട്ടില്ല. മിക്സി ഉണ്ടല്ലോ, അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ എന്താ ഇതെല്ലാം ചെയ്യുന്നതെന്നല്ലേ, പ്രത്യേകിച്ച് വേറൊന്നുമല്ല, ഇന്ന് ഇച്ചുൻ്റെ സ്കൂളിൽ പൊതിച്ചോറ് കൊടുക്കാനുള്ള ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ വെപ്രാളപ്പെട്ട് ഈ ഓരോ കറികളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ കറികളൊന്നും ഇല്ലെങ്കിലും ഒരു മെഴുക്ക് പുരട്ടി, ഒരു തോരനും, ഒരു സാമ്പാറും മീൻ പൊരിച്ചതും കൊടുത്തു വിടാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ സാമ്പാറിനുള്ളതെല്ലാം ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ സാമ്പാർ ആക്കിയാൽ പിന്നെ എനിക്കും എളുപ്പമാണ്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെയാണ് ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം രാവിലത്തെ ഫുഡിനും കറിയാവുക, ദോശയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാമ്പാറാപ്പം ദോശയ്ക്കും പോകും, പിന്നെ ഉച്ചയ്ക്കത്തോടൊക്കെയുള്ള ഒരു കറിയും എളുപ്പമായില്ലേ. ഇതിൻ്റെ ഇടയിൽ ഞാൻ മീനെല്ലാം ക്ലീൻ ചെയ്തു, അത് ഫ്രൈക്കും ഇട്ടായിരുന്നു. പിന്നെ സ്കൂളിൽ ചോറ് വാഴയിലാണോ പാത്രത്തിലാണോ കൊണ്ടുപോകണത്? കൈ പിടിച്ചോണ്ട് ചോറും കറിയും കൊണ്ടുപോകുമോ? ചൂടടിക്കട്ട്, കൈയൊക്കെ പൊള്ളട്ട്. വേണമെങ്കിൽ പറയണം, ഞാൻ ഇപ്പം ഇല മുറിക്കാൻ പോവുകയാണ്. എടുക്കണോ? പിന്നെ പോയിട്. ചോദിക്കുമ്പോൾ ഇവരെല്ലാം പറയും ഞങ്ങൾ വാഴയിലല്ല കൊണ്ടുപോകുന്നത്, നമ്മളല്ലാതെ പാത്രത്തിലൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്ന്. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ ഞാൻ ഈ പൊതിച്ചോറ് പൊതിയാൻ നിൽക്കുമ്പോൾ ഇവരുടെ എല്ലാം കോള് മാറും കേട്ടോ. അപ്പോൾ ഇക്കായും ചോറ് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ് നിന്നതാണ്. വാഴയില വെട്ടുന്ന കണ്ടപ്പോൾ ഇക്കായുടെ പ്ലാനും മാറി. ഞാനിന്ന് പൊതിച്ചോറ് കൊണ്ടുപോകുന്നതായി. ഞാൻ പറഞ്ഞില്ലേ, സമയമാവുന്നത് വരെ ഇവരെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. രാവിലെ എഴുന്നേറ്റ് മാപ്പിയുടെ പുറത്ത് കയറി ഇങ്ങനെ ഇരിക്കുവാണ്, കുരങ്ങന്മാരിരിക്കുന്നത് പോലെ. ഈ നേരം ആയപ്പോഴേക്കും ഞാൻ അടുക്കളയിലെ പണികളെല്ലാം ഏകദേശം പൂർത്തിയാക്കി കേട്ടോ. ഇന്ന് എനിക്ക് ദോശ മാത്രം ചുട്ടാൽ മതി. അത് ഞാൻ വിചാരിച്ചു ഇവരെല്ലാം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ചുട്ടു കൊടുക്കാമെന്ന്. നേരത്തെ പൂർത്തിയാക്കിയില്ലെങ്കിൽ എനിക്ക് പണിയാണ്, പിന്നെ എനിക്കൊരു ഓട്ടം ആയിരിക്കും. അങ്ങനെ ദോശമാവ് കലക്കി വെച്ച് ഇവരെല്ലാം വന്നു. പിന്നെ ഞാൻ ദോശയൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാനിതാ പൊതിച്ചോറ് കെട്ടാനുള്ള പരിപാടിയിലാണ്. ചോറിട്ടു, ബീട്രൂട്ട് തോര, ഒരു മെഴുക്ക് പുരട്ടി, ചാള പൊരിച്ചത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ കൊഞ്ച് ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ, ആ ചമ്മന്തിയും കൂടി ഇട്ടു. ഒരു പൊതി, ഇത് ഇക്കാക്കുള്ള പൊതിയാണ്. ഇക്ക പൊതിഞ്ഞു, സാമ്പാറും എടുത്തു. ഇനി അങ്ങനെ ഓരോരോ പൊതികളെടുക്കുകയാണ്. ഇക്ക പെട്ടെന്ന് പൊതിഞ്ഞുകൊണ്ട് ഓടുകയാണ് കേട്ടോ. ഇക്കയുടെ വണ്ടി ഫ്രണ്ടിൽ വന്ന് കിടക്കുവാണ്, മുറ്റത്ത് വന്ന് കിടക്കുവാണ്. അതാ ഇക്ക ഈ പൊതിഞ്ഞുകൊണ്ട് ഓടുന്നതും. ഇനി അടുത്തത് ഇച്ചൂസിനുള്ള പണികളായി. അപ്പോൾ ഇച്ചൂസ് തന്നെ വന്ന് ഓരോ പാത്രങ്ങളിലായിട്ട് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പൊതിച്ചോറ് കഥയും വിശേഷങ്ങളും എല്ലാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്തേക്കണേ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.